അന്നൊന്നും ഇതേപോലെയുള്ള പ്രേക്ഷക സമൂഹങ്ങൾ അന്നില്ല. അന്ന് ഇങ്ങനെ ഒരു മൊബൈലിന്റെ മുമ്പിൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന അപൂർവം കുറച്ച് ആൾക്കാർ ആ സമയത്തുണ്ട്. ഞാനും ബാലാസജിയായിട്ടുണ്ടാവും ആ സമയത്ത്. വേറെ അങ്ങനെ ആളെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, അങ്ങനെ ഒതുങ്ങിക്കൂടിയ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ആ സമയത്ത്. 2019-20 കാലഘട്ടത്തിലാണ് പറയുന്നത്. പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെട്ടു, കുറച്ച് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു. അല്ല, ദാസേട്ടൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചെയ്തു തുടങ്ങിയപ്പോ ദാസേട്ടൻ അറിയണ്ടായിരുന്നില്ല എന്താണ് സോഷ്യൽ മീഡിയ, ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കളിയാക്കൽ വരുമോ, സപ്പോർട്ട് വരുമോ, എന്ത് വരും എന്നുള്ളൊരു ഇത് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ ദാസേട്ടനാണെങ്കിൽ മേ ബി അന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്ത പോലുള്ള വീഡിയോസ് ചെയ്യുമായിരുന്നു. ഹോണസ്റ്റ്ലി അന്ന് ഞാൻ ചെയ്തത് ഇപ്പൊ ഞാൻ കാണുന്ന സമയത്ത് അത് കുറച്ചൊക്കെ ഓവറല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം പറഞ്ഞത്. അപ്പൊ അന്നത്തെ പോലെ അത് അന്ന് എന്താ ഞാൻ കുറച്ച് ഓവറാക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അന്ന് തോന്നിയിട്ടില്ല. ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നല്ല നല്ല സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അന്നത് ദാസേട്ടന് ചെയ്യുമ്പോ ഇത്രയും സീരിയസ് ഇപ്പൊ പാട്ടുകള് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു ബുള്ളറ്റിലൊക്കെ പോകുന്ന അങ്ങനത്തെ ഇത്. അതിന്റെ ഇടയില് ഒരു ദിവസം പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ദാസേട്ടനെ കണ്ണില് ലെൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോയില് അവിടെ നിന്നാണ് ദാസേട്ടന്റെ ആ ഒരു വേറെ ഒരു സൈഡ് പ്രേക്ഷകർ കണ്ടു തുടങ്ങുന്നത്. അപ്പം ഇത്രയും കപ്പാസിറ്റി ദാസേട്ടന്റെ ഉള്ളിലുണ്ട് ദാസേട്ടന് തന്നെ അറിയുന്നുണ്ടായിരുന്നോ? എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ആ സമയത്ത് ഇല്ലായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ തന്നെ കുറെ സുഹൃത്ത് എന്റെ കൂടെ ഇങ്ങനെ ചെയ്താൽ നന്നാവും, അങ്ങനെ അവരെ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. പക്ഷെ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ കാലത്ത് എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. ഇന്ന് ചെയ്താൽ നന്നാവും, നിങ്ങളെ കണ്ട മീശ താടി ഭഗതവാസിനെ പോലെ തോന്നുന്നുണ്ട് സൈഡിൽ കൂടെ കണ്ടാൽ, പറയട്ടെ. അതേപോലെ തന്നെ ഇന്നാ ചെയ്താൽ എന്നാ തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊരു ആക്ടിവിറ്റി അവർ ആ സിനിമയിൽ ഉപയോഗിച്ച് ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് അതേപോലെ ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു സിനിമയിലെ ഡയലോഗ് സീനുകൾ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം 6 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളാണ്, ആ വൈറൽ വേഷങ്ങളൊന്നുമല്ല, ശ്രദ്ധിക്കപ്പെടുന്ന നമുക്ക് പറ്റുന്ന വേഷങ്ങൾ. അപ്പോൾ എന്നോട് 1-2 സംവിധായകർ പറഞ്ഞു, അവരുടെ പേര് അവർ പറഞ്ഞു, ദാസേട്ടൻ കോഴിക്കോട് നിങ്ങൾ ഇനി സിനിമയിലെ സീൻസ് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാൻ പാടില്ല. ആസ് എ ആക്ടർ നിങ്ങൾ എസ്റ്റാബ്ലിഷ് വന്ന ഒരാളാണ് ഫിലിമിൽ. അപ്പം നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളും കൊണ്ടുവരും. അപ്പോൾ ലാലേട്ടൻ ചെയ്തതോ മമ്മൂക്ക ചെയ്തതോ മറ്റുള്ള ആൾക്കാർ ചെയ്ത ഡയലോഗ് സീനാണ് പറയുന്നത്, അല്ലാതെ പാട്ടിൻ്റെ കാര്യങ്ങളായിരുന്നു. ആ സാധനങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ താരതമ്യം ചെയ്യും. അതിലേക്ക് നിങ്ങൾ വരാതിരിക്കുക. നിങ്ങൾ അല്ലാത്ത രീതിയിൽ ഓൺ വോയിസ് കണ്ടന്റുകൾ, അതുപോലെ തന്നെ റീൽസ് ചെയ്യുകയാണെങ്കിൽ, ആക്ടിങ്ങിൻ്റെ കൂടെ തന്നെ റീൽസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ പിടിക്കുക. പാട്ട് സീനൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ പുഷ്പരൊക്കെ ട്രെൻഡിങ് സോങ്സ് വന്നില്ലേ, അതിപ്പോൾ എല്ലാവരും ചെയ്യും, ഞാനും ചെയ്യും. ഇപ്പോൾ മീനാക്ഷിക്കും വേണം ചെയ്യുക, മമ്മൂക്കയ്ക്കും ചെയ്യുക, ലാലേട്ടനും ചെയ്യുക, ദുൽഖറും ചെയ്യുക. അത് ആ ട്രെൻഡിങ്ങിന് കൂടെ അവരങ്ങനെ പോവുക. അതേപോലത്തെ സാധനങ്ങൾ പിടിക്കണം. സിനിമയിലെ സീനുകൾ ഡയലോഗ് സീനുകൾ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അങ്ങനെ കാര്യങ്ങൾ ഇപ്പം അധികം എൻ്റെ റീൽസ് കാണാറില്ലായിരുന്നു.